الله أكبر الله أكبر الله أكبر لا إله إلا الله. السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. ബഹുമാന്യ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കാൻ നാം ഈ ഒത്തുചേർന്നത് സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നല്ലത് ചിന്തിക്കുവാനും പഠിക്കുവാനും നല്ലത് പ്രവർത്തിക്കുവാനുമുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ വുളൂ, കുളി തുടങ്ങിയുള്ള ശുചീകരണത്തെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് പരാമർശിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാണ്. കൊച്ചുനാൾ മുതൽ നമസ്കാരം എങ്ങനെ നിർവഹിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടവരുമാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തെ സംബന്ധിച്ചുള്ള വിവിധമായ അറിവുകൾ നമുക്കൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നാം ശ്രദ്ധിക്കാത്തതുകൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ സംഭവിക്കുന്ന ഒട്ടേറെ അബദ്ധങ്ങൾ നമസ്കാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം ചില അബദ്ധങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനാണ് ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ലഭിച്ച ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. ഏതൊരു നമസ്കാരവും അതിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കുവാനുള്ള സൗഭാഗ്യം ഈ സൗദി അറേബ്യയിൽ ജീവിക്കുന്ന ഓരോ പ്രവാസിക്കും ലഭിക്കുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്. നമസ്കാരം നഷ്ടപ്പെടുത്തുകയും പാഴാക്കുകയും അത് ഖളാ ആക്കുകയും ചെയ്യുന്ന ഒട്ടേറെ ആളുകളെ നമുക്ക് കാണാം. എന്നാൽ കൃത്യസമയത്ത് നമസ്കരിക്കുവാൻ ജോലിക്കിടയിൽ ലീവ് അനുവദിക്കപ്പെടുന്ന ഒരു രാജ്യമെന്ന നിലക്ക് നമ്മൾ എത്തിച്ചേർന്നത് വളരെ സൗഭാഗ്യമുള്ള ഒരു സ്ഥലത്താണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പടച്ചവനോടുള്ള നിത്യബന്ധം സ്ഥാപിതമാകുന്നതിൽ മുഖ്യ സ്ഥാനമാണ് നമസ്കാരത്തിനുള്ളത്. നമസ്കാരമില്ലാത്ത വ്യക്തിക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവും അവന് നൽകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബൈനർ റജുലി വബൈന ശിർക്കി വൽ കുഫ്രി തർക്കുസ്സലാത്ത്. ഒരു മനുഷ്യനും അവൻ കാഫറാണോ മുശ്രിക്കാണോ എന്നതും തിരിച്ചറിയാനുള്ള അടയാളം എന്താണ്? വിശ്വാസിയാണെങ്കിൽ നമസ്കരിക്കുന്നവനാണ്, മുശ്രിക്കും കാഫറും നമസ്കരിക്കാത്തവനാണ്. ഇതാണ് രണ്ട് വിഭാഗത്തെ വേർതിരിക്കുന്ന അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഷഹാദത്ത് കലിമ നിർവഹിച്ചാൽ രണ്ടാമത്തത് നമസ്കാരമാണെന്ന് പഠിപ്പിക്കുക മാത്രമല്ല, ആ നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും വേണ്ടുവോളം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ആളുകൾക്ക് കൃത്യമായും പഠിപ്പിച്ചിട്ടുണ്ട്.
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമസ്കാരം നിർവഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ മാതൃക പഠിപ്പിച്ചു കൊടുത്തു. കൃത്യമായ സമയവും അതിൻ്റേതായി അള്ളാഹുവിൻ്റെ റസൂലിന് ജിബ്രീൽ അലൈഹിസ്സലാം മനസ്സിലാക്കി കൊടുത്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർവഹിക്കുകയും ജനങ്ങളത് കണ്ടു പഠിക്കുകയും ചെയ്തു. മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നു, പ്രവാചകൻ ഏറ്റവും ഒരു നല്ല അധ്യാപകനായിരുന്നു. അതുകൊണ്ട് തന്നെ നമസ്കാരം ആളുകളെ പഠിപ്പിക്കാൻ ഒരിക്കൽ പ്രവാചകൻ മിമ്പറിൻ്റെ മുകളിൽ കയറി നിന്നു. ആ മിമ്പറിൽ നിന്നുകൊണ്ട് നമസ്കരിച്ചു. മിമ്പർ ഉണ്ടാക്കിയ ശേഷം ഉയരത്ത് നിന്നുകൊണ്ട് നമസ്കരിച്ചു. എങ്ങനെയാണ് നമസ്കാരമെന്ന് ആളുകൾക്ക് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുകയായിരുന്നു. സുജൂദ് ചെയ്യേണ്ട സമയമായപ്പോൾ മിമ്പറിൻ്റെ താഴേക്കിറങ്ങുകയും സുജൂദ് ചെയ്യുന്നത് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പ്രാവർത്തികമായി നമസ്കാരം ആളുകളെ പഠിപ്പിക്കുകയായിരുന്നു അതിലൂടെ. ഒരു നമസ്കാരത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം എന്നത് പ്രവാചകൻ വാചികമായും പഠിപ്പിച്ചു, പറഞ്ഞുകൊടുത്തു. നീ ഇന്ന കർമ്മം ചെയ്യുക, അതിൻ്റെ ശേഷം അടുത്തത് ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ഓരോന്നും പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ നമസ്കാരത്തിൻ്റെ കൃത്യമായ രൂപം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ പഠിപ്പിക്കുകയും മഹാരഥന്മാരായ സ്വഹാബത്ത് ആ മാതൃക തങ്ങളുടെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂല് നമസ്കരിച്ചതുപോലെ നിങ്ങൾക്ക് ഞാൻ നമസ്കരിച്ച് കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് പല സ്വഹാബികളും അവരുടെ ശിഷ്യന്മാർക്ക് നമസ്കാരം പഠിപ്പിച്ചിട്ടുള്ളത്. വുളൂ ചെയ്യുന്ന സ്ഥലത്തേക്ക് ആളുകളെ കൂട്ടി നിർത്തുകയും വുളൂ കാണിച്ചു കൊടുക്കുകയും ചെയ്ത് എന്നിട്ട് അവസാനം പറഞ്ഞു, ഞാൻ ഇപ്പോൾ ചെയ്ത വുളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെയാണ്. സൂചിപ്പിക്കുന്നത് പ്രാവർത്തികമായി കൃത്യമായും പഠിപ്പിക്കപ്പെട്ട ഒരു കർമ്മമാണ് നമസ്കാരം. അതിൻ്റെ ഓരോ ക്രമങ്ങളും ഓരോ ഘട്ടങ്ങളിലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് എന്നും വിശദീകരിച്ചിട്ടുണ്ട്. കാരണം അത്രയും സ്വപ്രധാനമാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ നമസ്കാരമെന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നിങ്ങൾ നമസ്കരിക്കണം, ആ നമസ്കാരം ഞാൻ നമസ്കരിച്ചതുപോലെ ആയിരിക്കണം. ഞാൻ എങ്ങനെ നമസ്കരിച്ചു എന്നത് നിങ്ങൾ കണ്ടിരിക്കുന്നു, അതേപോലെ നിങ്ങൾ നമസ്കാരം അനുകരിക്കുകയും പകർത്തുകയും ക്രമം പാലിച്ചുകൊണ്ട് നിർവഹിക്കുകയും ചെയ്യുക. ഇങ്ങനെ നമസ്കാരത്തിൻ്റെ ക്രമം കാണിച്ചു കൊടുത്തു, പറഞ്ഞുകൊടുത്തു, തെറ്റുകൾ കാണുന്ന ആളുകൾക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു, തിരുത്തി കൊടുക്കുകയും ചെയ്തു. പ്രവാചകൻ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കണമെന്ന് സമൂഹത്തോട് ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ പല സഹോദരങ്ങളുടെയും നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃകയല്ലാതായി പോകുന്നുണ്ട്. ഒരുപക്ഷെ ആ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആ കാര്യത്തെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടോ ആയിരിക്കും. ജീവിതത്തിൽ നാം വിലപ്പെട്ടതായി നിർവഹിക്കുന്ന കർമ്മമാണ് നമസ്കാരം. പരലോകത്ത് വന്നാൽ നമ്മുടെ കർമ്മങ്ങളിൽ ആദ്യം അള്ളാഹു പരിശോധിക്കുന്ന നമസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവ്വലു മാ യുഹാസബുൽ അലൈഹിൽ അബ്ദു. അടിമയുടെ കർമ്മങ്ങളിൽ ആദ്യമായി വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നത്, പരിശോധിക്കപ്പെടുന്നത് നമസ്കാരമാണ്. ഫൈൻ സ്വലഹത്ത്, നമസ്കാരം നന്നായിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ പരിഗണിക്കപ്പെടുന്നു. നമസ്കാരം ഫസാദായിപ്പോയി നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾക്കെല്ലാം അത് പ്രയാസമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് പ്രഥമ പരിശോധനയ്ക്ക് വിധേയമാകുന്നത് പരലോകത്ത് നമസ്കാരമാണ്. ഇവിടെയും നാം പ്രഥമമായി പരിശോധിക്കേണ്ട കർമ്മം നമ്മുടെ നമസ്കാരം ഇസ്ലാം വിഭാവനം ചെയ്യുന്ന, അള്ളാഹുവിങ്കൽ കബൂൽ ചെയ്യപ്പെടുന്ന രൂപത്തിലും ഭാവത്തിലും ഭക്തിയിലും ആയിത്തീരുന്നുവോ എന്നതാണ്. പലതരം നമസ്കാരക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഒരു പതിവനുസരിച്ചുകൊണ്ട് അതങ്ങനെ ചെയ്തു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. നമസ്കരിച്ച് കഴിയുമ്പോൾ അവൻ്റെ മനസ്സിനൊരു റാഹത്താണ്. നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അതൊരു ഭാരമായി തോന്നുകയാണ്. അങ്ങനെ നമസ്കരിക്കുന്ന ആളുകളുണ്ട്. സീസൺ നമസ്കാരക്കാരുണ്ട്. റമദാൻ മാസം വന്ന് നമസ്കരിക്കുന്ന ആൾക്കാരുണ്ട്.
അങ്ങനെ ചില ഘട്ടങ്ങളിലും ചില സന്ദർഭങ്ങളിലും നമസ്കരിക്കുന്നവരുണ്ട്. ജുമാ കൃത്യമായി നമസ്കരിക്കുകയും ബാക്കി എല്ലാ വഖത്തും സ്വന്തം റൂമിൽ വെച്ച് നമസ്കരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. കഫീലുണ്ടാകുമ്പോൾ കൂടെ നമസ്കരിക്കുകയും കഫീലില്ലെങ്കിൽ നമസ്കാരം ഒഴിവാക്കുകയും ചെയ്യുന്ന ആളുകളും ഇല്ലാതെയല്ല. ഇങ്ങനെ പലതരം സമീപനങ്ങൾ നമസ്കാരത്തോട് സ്വീകരിക്കുന്നവർ നമ്മിലുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളും അള്ളാഹുവും തമ്മിലുള്ള അഭേദ്യമായൊരു ബന്ധമാണ് നമസ്കാരം കൊണ്ട് ലഭിക്കുന്നത്. നമസ്കരിക്കുന്നവന് സന്തോഷമാണ് അനുഭവിക്കേണ്ടത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരിഹ്നാ യാ ബിലാൽ, ബിലാൽ ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണേ, ആശ്വാസം നൽകണേ, സന്തോഷം നൽകണേ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ ഇഖാമത്ത് വിളിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷമെന്ന് പറഞ്ഞത്, കൺകുളിർമ എന്ന് വിശേഷിപ്പിച്ചത് നമസ്കരിക്കാനാണ്. അതുകൊണ്ട് ഇഖാമത്ത് വിളിക്കൂ എന്ന് പറയുന്നതിന് പകരം അരിഹ്ന യാ ബിലാൽ, ബിലാലെ ഞങ്ങൾക്ക് റാഹത്ത് നൽകൂ എന്നാണ് പറയുക. നമസ്കരിച്ചാൽ മനസ്സിനൊരു സന്തോഷം, ഒരാനന്ദം അനുഭവിക്കാൻ അവസരമുണ്ടാകുന്നു എന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. സൂചിപ്പിച്ചത് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ മനോഭാവം, നമസ്കാരത്തോടുള്ള കാഴ്ചപ്പാട് ഈ ഒരു രീതിയിലായിരിക്കണം. അത് കൺകുളിർമയും സന്തോഷമുള്ളതാകണം. കാരണം നമസ്കാരത്തിൽ അള്ളാഹുവിനോടുള്ള കടപ്പാട് നിർവഹിക്കുന്നു, പടച്ചവനോട് നന്ദി പ്രകടിപ്പിക്കുന്നു, അള്ളാഹുവിനോട് സ്വകാര്യമായി നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇങ്ങനെ അള്ളാഹുവിനോട് സംസാരിക്കുവാൻ, മുനാജാത്ത് ചെയ്യുവാൻ ലഭിച്ചൊരവസരം എന്ന നിലക്ക് ഏറ്റവും സന്തോഷം ലഭിക്കേണ്ട കർമ്മമായിട്ടാണ് നമസ്കാരത്തെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന് ഒരുക്കങ്ങൾ വേണം. ഓടിക്കതച്ചു വന്ന് നമസ്കരിക്കുവാനല്ല നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്, മറിച്ച് നമസ്കാരത്തിന് ഒരുക്കങ്ങളാണ്. ആ ഒരുക്കങ്ങളാണ് നമസ്കാരത്തിന് മുമ്പ് ഒളു ചെയ്യണം എന്ന് പറഞ്ഞതിലൂടെ ഉണ്ടാകുന്നത്. ഒളു ചെയ്യുമ്പോൾ അവയവങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്, പാപങ്ങളിൽ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്, മനസ്സ് ഉണരുന്നുണ്ട്. ഒരു ഇബാദത്തിന് ഞാൻ ഒരുങ്ങുന്നു എന്ന നിയ്യത്ത്, ഉദ്ദേശം അവൻ്റെ മനസ്സിനെ തട്ടി ഉണർത്തുകയാണ് ചെയ്യുന്നത്. ശരീരത്തിലെ മർമ്മപ്രധാനമായ എല്ലാ അവയവങ്ങളും വെള്ളം നനച്ചൊന്ന് ശുദ്ധീകരിക്കുമ്പോൾ ഉണരാതിരിക്കില്ല. അബോധാവസ്ഥയിൽ കിടക്കുന്നവൻ്റെ മുഖത്ത് അല്പം വെള്ളം തെളിച്ചാൽ അവൻ തട്ടി ഉണർന്നു വരും. മുഖം കഴുകുന്നതോടുകൂടെ കണ്ണും കാതും ഹൃദയവും സജീവമാകും. അങ്ങനെ ശരീരത്തെ വൃത്തിയാക്കുകയും ശുദ്ധിയാക്കുകയും പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഉണർന്ന മനസ്സുമായിട്ട് നമസ്കാരത്തിലേക്ക് വരണം. അത് നമസ്കാരത്തിൻ്റെ ഒരുക്കങ്ങളിൽ പ്രധാനമാണ്. അള്ളാഹുവിനോട് സംസാരിക്കാനാണ് പോണത്. അതുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ ഏറ്റവും മാന്യമായ അന്തസ്സായ വസ്ത്രം ധരിച്ചാകണം പോകുന്നത്. നമ്മളൊരു ബഹുമാനിക്കപ്പെടുന്നൊരു വ്യക്തിയുടെ മുന്നിലേക്ക് പോകുമ്പോൾ കള്ളിത്തുണി എടുത്ത് നമ്മൾ പോകാറുണ്ടോ? ഇല്ല. തൊഴിലാളിയുടെ വേഷത്തിലോ വസ്ത്രം ധരിക്കാതെയോ പോകുമോ? ഇല്ല. നമ്മൾ പോകുന്നത് മാന്യമായ അന്തസ്സുള്ള വേഷത്തിലായിരിക്കും. ആ വേഷമാണ് നമസ്കാരത്തിന് വരുമ്പോൾ നിങ്ങൾക്കുണ്ടാവേണ്ടത്. ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. നമസ്കരിക്കാൻ നിങ്ങൾ വരുമ്പോൾ സീനത്ത് വേണം, ഭംഗിയുള്ള വൃത്തിയുള്ള വേഷമായിരിക്കണം നിങ്ങൾക്കുണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്തിൻ്റെ വിശദീകരണം നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സൂചിപ്പിക്കുന്നത് നമസ്കാരത്തിന് വേണ്ടി ഒരാൾ ഒരുങ്ങുകയാണ്. ആ ഒരുക്കം മാനസികമായിട്ടുണ്ട്, ശാരീരികമായിട്ടുണ്ട്, വസ്ത്രം ധരിക്കുന്നതിലുണ്ട്. അവൻ ഒരു ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമസ്കരിക്കേണ്ടത് നിശ്ചയിക്കപ്പെട്ടു, ഖിബലയിലേക്ക് തിരിയണം. ഇങ്ങനെയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് നമസ്കാരത്തിന് പോകുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ഒരു സംഗതി, ആളുകൾ ഇമാമിൻ്റെ കൂടെ ഒന്നാമത്തെ തക്ബീർ കിട്ടാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന ആളുകളെ കാണാൻ കഴിയും. ഇമാം റുക്കോയിലേക്ക് എത്തിപ്പോകുമോ, റുക്കോ നഷ്ടപ്പെട്ടേക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഓടിപ്പിടിച്ച് റക്അത്ത് നേടുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നമസ്കരിക്കാൻ പോകുന്ന ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശ്രദ്ധേയമായൊരു ഉപദേശം നൽകിയിട്ടുണ്ട്.
നമസ്കാരത്തിൽ ചെന്ന് നിന്നാൽ ശാന്തത വേണം, ഭക്തി ഉണ്ടാവണം, മനസ്സും നമസ്കാരവും പടച്ചവനിലേക്ക് തിരിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന ബോധമുണ്ടാകണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അതൈതുമുസ് സ്വലാത്ത ഫഅലൈക്കും ബിസ്സകീന വലാ തഅതൂഹാ വഅൻതും തസ്ഔൻ ഫമാ അദ്റക്തും ഫസല്ലു വമാ ഫാതകും ഫഅതിമു. നമസ്കാരത്തിന് നിങ്ങൾ പോകുമ്പോൾ ഫഅലൈക്കും ബിസ്സകീന, ശാന്തത നിങ്ങൾ അവലംബിക്കണം. നമസ്കാരത്തിന് പോകുന്ന ആളുകൾക്ക് ശാന്തതയുണ്ടാകണം. വലാ തഅതൂഹാ വഅൻതും തസ്ഔന, ധൃതിപ്പെട്ടുകൊണ്ട് ഓടിക്കതച്ചുകൊണ്ട് നിങ്ങൾ നമസ്കാരത്തിലേക്ക് ചെല്ലരുത്. ഫമാ അദ്റക്തും ഫസല്ലു, നിങ്ങൾക്ക് ഇമാമിൻ്റെ കൂടെ ലഭിച്ചത് നിങ്ങൾ നമസ്കരിക്കുക. വമാ ഫാതകും ഫഅതിമു, നഷ്ടപ്പെട്ടു പോയത് പിന്നീട് നിങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുക. നമ്മൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു സംഗതി അതാണ്. ഇമാമിൻ്റെ റക്അത്ത് കിട്ടണം എന്ന നിരക്ക് ആളുകൾ ഓടിക്കതച്ചു വന്ന് സഫിലേക്ക് കയറി നിൽക്കുകയാണ്. തക്ബീർ ചൊല്ലുന്നത് പോലും ആ കിതപ്പിലായിരിക്കും. അല്ലാഹു അക്ബർ എന്ന് നിന്നിട്ട് ചൊല്ലണം. അതുപോലും പ്രയാസപ്പെടുന്ന രീതിയിൽ റുക്കൂ ലഭിക്കുവാൻ വേണ്ടി സാഹസപ്പെടുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കാരം കഴിഞ്ഞ ശേഷം ചോദിച്ചു, എന്താണ് ഒരു വർത്തമാനം, ഒരു ബഹളം? പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടിട്ടുണ്ട്, എന്താ നിങ്ങളെ കഥ? ആളുകൾ പറഞ്ഞു, പ്രവാചകരെ, താങ്കളോടൊപ്പമുള്ള നമസ്കാരം കിട്ടാൻ വേണ്ടി ഓടിക്കതച്ചു വന്നതാണ്. ഇഖാമത്ത് വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. തക്ബീർ തുടങ്ങുന്നതിന് മുമ്പ് ഓടി വന്ന് ആ തക്ബീർ ഇമാമിൻ്റെ കൂടെ കിട്ടണം. നമസ്കാരത്തിൻ്റെ തുടക്കം മുതൽ ജമാഅത്ത് കിട്ടണം. അതിനുവേണ്ടി ആളുകൾ ഓടിക്കതച്ചു വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ ധൃതി കാണിക്കരുത്. ഇഖാമത്ത് കേട്ടതുകൊണ്ട് നിങ്ങൾ ധൃതിപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് സക്കീനത്ത് വേണം, വഖാറ് വേണം, വണക്കമുണ്ടാകണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ വന്ന് നമസ്കരിക്കുകയാണ്. അതുകൊണ്ട് ഭക്തിയോടുകൂടെ വണക്കത്തോടുകൂടെയാണ് നമസ്കാരം ചെയ്യേണ്ടത്. ഇമാമിൻ്റെ കൂടെ കിട്ടിയത് നിങ്ങൾ തുടരുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ റക്അത്ത് കിട്ടിയില്ല എങ്കിൽ ആ റക്അത്ത് പിന്നീട് നിങ്ങൾ നമസ്കരിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ നമസ്കാര ശേഷം ആളുകൾക്ക് നൽകിയിട്ടുള്ള ഉപദേശമാണ്. കാരണം നമസ്കരിക്കുന്നത് ഭക്തിയോടുകൂടെ ആവണം, മനസാന്നിധ്യത്തോടുകൂടെ ഏകാഗ്രതയോടെ ആവണം. അള്ളാഹുവിനോടാണ് സംസാരിക്കുന്നത് എന്ന ബോധത്തോടുകൂടെ ആവണം. അല്ലാഹു അക്ബർ, അള്ളാഹുവെ നീയാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ ആ വലിയവൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരു വലിയ ആളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ബഹുമാനമുണ്ടല്ലോ, ആദരവുണ്ടല്ലോ, ഭക്തിയുണ്ടല്ലോ, അതെല്ലാം ആ നമസ്കാരത്തിൻ്റെ തുടക്കം മുതലേ ഉണ്ടാകണം. പലപ്പോഴും ഓടിക്കതച്ചുകൊണ്ട് റക്അത്ത് പിടിച്ചെടുക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഭക്തി ഉണ്ടാകാറില്ല. അവനൊരു കർമ്മം കഴിച്ചുകൂട്ടി അല്ലെങ്കിൽ അങ്ങ് ചെയ്തു തീർത്തു എന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അബദ്ധം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് വേണം? നേരത്തെ തന്നെ വുളൂ ചെയ്ത് ഒരുങ്ങാൻ കഴിയുന്നവരത് ചെയ്യുക. ജമാഅത്തിന് നേരത്തെ എത്താൻ ശ്രമിക്കുക. അതല്ല വൈകി പോകുന്നുവെങ്കിൽ, ലഭിക്കുന്നില്ല എങ്കിൽ ലഭിച്ചത് ശാന്തമായി ഭക്തിയോടെ നല്ല രീതിയിൽ നിർവഹിക്കുക. നഷ്ടപ്പെട്ടു പോയത് അവസാനം ഇമാം സലാം വീട്ടിയതിന് ശേഷം പൂർത്തിയാക്കുകയും ചെയ്യുക. നമസ്കാരത്തിന്, ജമാഅത്ത് നമസ്കാരത്തിന് നിൽക്കുമ്പോൾ സഫായി നിൽക്കണം. മലക്കുകൾ സഫായി നിൽക്കുന്നത് പോലെ നമസ്കാരത്തിന് സഫ് നിൽക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. പലതരം ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചില ആളുകൾ സഫിൻ്റെ മധ്യഭാഗത്ത് ഒഴിവുണ്ടെങ്കിലും അവിടെ പോയി നിൽക്കാതെ ഒരറ്റത്തിങ്ങനെ പോയി നിൽക്കും. കാരണം സലാം വീട്ടിയ ഉടനെ ഇറങ്ങി ഓടാൻ സൗകര്യത്തിനാന്ന് തോന്നുന്നുണ്ട്. ആ നിരക്ക് ഒരു സൈഡിൽ പോയി നിൽക്കുന്ന കാണാം. സഫ് മധ്യഭാഗത്ത് നിന്ന് ഇമാമിൻ്റെ പിന്നിൽ നിന്നിങ്ങനെ പൂർത്തീകരിച്ച് വരണം. ഒന്നാം സഫിൽ സ്ഥലമുണ്ടെങ്കിൽ അതിൽ തന്നെയാണ് എത്തേണ്ടത്.
പിന്നിൽ പോയി നിൽക്കുകയും പിന്നിൽ പോയി ഇരിക്കുകയുമല്ല. ഇപ്പം ജുമാക്കൊക്കെ പോയ ആളുകളെ കാണാം, മുന്നിലൊക്കെ ധാരാളം സ്ഥലമുണ്ടെങ്കിലും ഏറ്റവും ബാക്കിൽ ചുമരും ചാരി ഇങ്ങനെ ഇരിക്കും. അസുഖമുള്ള ആളുകളാണെങ്കിൽ ചുമര് ചാരുന്നത് കൊണ്ട് പ്രശ്നമല്ല. പക്ഷെ ആരോഗ്യപരമായ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും ഏറ്റവും ബാക്ക് സൈഡിൽ പോയി ഇങ്ങനെ നിൽക്കും. കഴിയുന്നതും മുന്നിലേക്ക് ചെന്ന്, മുൻ സഫുകളിലേക്ക് ചെന്ന്, ഇമാമിൻ്റെ അടുത്തേക്ക് ചെന്ന് നിൽക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇമാമിൻ്റെ അടുത്ത് നിന്ന് സഫുകളെ പൂർത്തിയാക്കി വരണം. സഫിൽ നിൽക്കുന്ന ആളുകൾ അടുത്തടുത്ത് നിൽക്കുകയും ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഒരാൾക്ക് കൂടി കയറി നിൽക്കാനുള്ള ഗ്യാപ്പ് വരെ ചില ആളുകൾ സഫ് നിന്നാലുണ്ടാകും. കാല് പരിധിയിലധികം കവച്ചു വെക്കുകയും എന്നിട്ട് സുജൂദിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരാൾക്കുള്ള വിടവുണ്ടാവും. അവിടെ എഴുന്നേറ്റ് നിന്നാൽ പിന്നെ രണ്ടാമതൊരു പണിയാണ് ഈ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വെക്കുക എന്നുള്ളത്. ഒരു മിതമായ അകലത്തിലാണ് നിൽക്കേണ്ടത്. രണ്ടാളുകൾക്കിടയിൽ ഇട ചേർത്തുകൊണ്ട് നിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. അഖീമുസ് സുഫൂഫ, സഫുകൾ നിങ്ങൾ ശരിയാക്കുക. ഫഇന്നമാ തുസിഫൂന ബിസുഫൂഫിൽ മലായിക, മലക്കുകൾ അണികൾ നിൽക്കുന്നത് പോലെ നിങ്ങൾ അണികളാവുക. വഹാദു ബൈനൽ മനാകിബ്, ചുമലുകൾ നേരെയാക്കുക. അടുത്തടുത്ത് നിൽക്കുന്ന ആളുകളുടെ ചുമലുകൾ നേരെയാക്കണം. വസദ്ദുൽ ഖലൽ, വിടവുകൾ നിങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യണം. വലാ തദറു ഫുർജാത്തിൻ ലിശ്ശൈത്വാൻ, പിശാചിനുള്ള ഇടകൾ നിങ്ങൾ വിട്ടേക്കരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ വസല സഫൻ വസലഹുല്ലാഹ്, സഫുകൾ ചേർക്കുന്നവനെ അല്ലാഹുവും ചേർക്കുന്നതാണ്. വമൻ ഖതഅ സഫൻ ഖതഅഹുല്ലാഹു അസ്സ വജൽ, സഫുകൾ മുറിക്കുന്നവനെ അല്ലാഹു മുറിച്ചു കളയുന്നതാണ്. ഇത് വല്ലാത്തൊരു വാക്കാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സഫുകൾ ചേർത്ത് നിൽക്കണം. ഔ ലയുഖാലിഫന്നല്ലാഹു ബൈന ഖുലൂബിക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ അല്ലാഹു അകറ്റിക്കളയും. സഫുകൾ ചേർന്ന് നിൽക്കുമ്പോൾ, അടുത്തടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ മനസ്സുകൾ അടുക്കുന്നുണ്ട്. അല്ലാഹുവിനോടുള്ള ബന്ധവും സുദൃഢമാകുന്നുണ്ട്. പടച്ചവൻ ഇങ്ങോട്ട് നമ്മളോട് ബന്ധം ചേർക്കുന്നുണ്ട്. അങ്ങനെയാണ് മലക്കുകൾ സഫായി നിന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശങ്ങൾ കേട്ടതുകൊണ്ട് സ്വഹാബത്ത് വളരെയധികം ആ കാര്യം ശ്രദ്ധിച്ചിരുന്നു. സ്വഹാബികൾ പറയുന്നു, ഫക്കാന അഹദുന യുൽസിഖു മൻഖിബഹു ബിമൻഖിബി സാഹിബിഹി വഖദമഹു ബിഖദമിഹി, ഞങ്ങളിൽ ഒരാൾ തൻ്റെ അടുത്ത് നിൽക്കുന്നവൻ്റെ ചുമലിനോട് അവൻ്റെ കാൽപാദത്തോട് ചേർന്നായിരുന്നു നിന്ന് നമസ്കരിച്ചിരുന്നത്. ഇങ്ങനെ സഫുകൾ അടുത്ത് നിന്നുകൊണ്ട് നമസ്കരിക്കണം. അത് അടുത്ത് നിൽക്കുന്ന ആൾ ഒരുപക്ഷെ നമ്മുടെ മഹലിലെ ഖത്തീബാകാം, നമ്മുടെ പിതാവാകാം, ബഹുമാനിക്കപ്പെടുന്നൊരു വ്യക്തിയാകാം. ആ ബഹുമാനം നമസ്കരിക്കുന്ന സമയത്തില്ല. അവരിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, അകലെ നിന്നുകൊണ്ടല്ല ബഹുമാനിക്കേണ്ടത്. ഇവിടെ അള്ളാഹുവിനെ ബഹുമാനിക്കേണ്ട സന്ദർഭമാണ്. അതുകൊണ്ട് സഫുകൾ ചേർന്ന് നിൽക്കണം. പാപ്പയും മകനും തമ്മിൽ, അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ, ബഹുമാനിക്കപ്പെടുന്നവരും സാധാരണക്കാരും തമ്മിലെല്ലാം പടച്ചവൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ അടിമകളാണ് എല്ലാവരും. അവിടെ പടച്ചവൻ്റെ അടുക്കൽ ആൾക്കുള്ള സ്ഥാനം തഖ്വയുടെയും ഭക്തിയുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാനമുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അത്തരം സന്ദർഭങ്ങളിൽ ആളുകൾ സഫുകൾ ചേർത്ത് നിൽക്കണം. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ദുസ്വാധീനമുണ്ടാകും. മനസ്സുകൾ സങ്കുചിതമാകും, സ്നേഹം കുറഞ്ഞ മനസ്സായിത്തീരും. അങ്ങനെയുള്ള ഒരു പ്രദേശത്തെ ജനങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഐക്യവും രമ്യതയും ഉണ്ടാവില്ല. അള്ളാഹുവിനോടുള്ള ബന്ധം നേർത്തു വരികയും പടച്ചവൻ ഒരുപക്ഷെ ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന് നിൽക്കുന്ന ആളുകൾ സഫുകൾ ചേർത്ത് നിൽക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തൊരു കാര്യം, നമസ്കാരം ശാന്തമായി നിർവഹിക്കണം. അച്ചടക്കത്തോടുകൂടെയാണ് നമസ്കാരം നിർവഹിക്കേണ്ടത്.
നമസ്കാരത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും ശാന്തതയുണ്ടാകണം. പറയുന്നതെന്ത് എന്ന് ശ്രദ്ധിച്ചുകൊണ്ടും ജമാഅത്ത് നമസ്കാരത്തിൽ ഇമാം എന്ത് പറയുന്നു ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചുകൊണ്ടുമായിരിക്കണം ഒരാൾ നമസ്കരിക്കുന്നത്. അതുകൊണ്ട് നമസ്കാരത്തിൽ ശാന്തത അനിവാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിലും പ്രാധാന്യപൂർവ്വം നമ്മളെ പഠിപ്പിച്ച കാര്യമാണത്. ചില ആളുകൾ നമസ്കാരത്തിന് നിന്നാൽ വാച്ച് നോക്കുന്നു, ഷർട്ടിൻ്റെ ബട്ടൺ അഴിക്കുന്നു, ഇടുന്നു, അങ്ങനെ എന്തൊക്കെയോ അവൻ്റെ കൈകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൈ എവിടെയും അടങ്ങി നിൽക്കുന്നില്ല. ചില ആളുകൾ കാലുകൊണ്ട് കളിക്കുന്ന കാണാം. വല്ല ഫുട്ബോൾ ഗ്രൗണ്ടിലിട്ട് കൊണ്ടുപോയി നിർത്തിയ പോലെയാണ്. ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കുന്നില്ലെങ്കിലും കളി കാണുന്നതിനനുസരിച്ച് കളി ഉണ്ടാവും കാണികളിൽ ചില ആൾക്കാർക്ക്. ഇതേപോലെ കാലുകൊണ്ടുള്ള പലതരം ക്രിയകൾ എല്ലാം നമസ്കാരത്തിലാണ് ചെയ്യുന്നത്. നമസ്കാരത്തിലാണ് എന്ന ബോധമില്ലാതെ ഒരച്ചടക്കമില്ലാതെ നിർവഹിക്കുന്ന നമസ്കാരം, ആ നമസ്കാരം പടച്ചവനെടുക്കൽ സ്വീകാര്യമാകുന്നില്ല. നിൽക്കുമ്പോൾ അവിടെ അച്ചടക്കമുണ്ടാകണം, ഇരിക്കുന്നിടത്ത് അച്ചടക്കമുണ്ടാകണം. അതിൻ്റെ ഓരോ കാര്യങ്ങളും നിർവഹിക്കുമ്പോൾ അവിടെയെല്ലാം നമസ്കാരത്തിൽ പാലിക്കേണ്ട അച്ചടക്കത്തോടുകൂടെ തന്നെയായിരിക്കണം ചെയ്യുന്നത്. നമസ്കാരത്തിന് ആവശ്യമായ ചലനങ്ങളുണ്ട്. നമസ്കാരത്തിൻ്റെ ഒരു കർമ്മത്തിൽ നിന്ന് മറ്റൊരു കർമ്മത്തിലേക്ക് പോകുമ്പോൾ ചലനങ്ങൾ ആവശ്യമാണ്. അതേപോലെ തന്നെ നമസ്കാരത്തിൽ ചിലപ്പോൾ അത്യാവശ്യമായി വരുന്ന ചില ചലനങ്ങളുണ്ട്. ഇപ്പം കാറ്റടിക്കുന്നു, തുണി നീങ്ങിപ്പോകുമെങ്കിൽ പിടിച്ചു വെക്കേണ്ടി വരും. അതേപോലെ ചില സന്ദർഭങ്ങൾ ആവശ്യമായി വരും. മുന്നിലെ സഫിലേക്ക് കയറി നിൽക്കേണ്ടി വന്നു. മുൻസഫിലുണ്ടായിരുന്ന ഒരാൾ ഒളു മുറിഞ്ഞതുകൊണ്ടോ മറ്റു കാരണത്താലോ അവിടെ നിന്ന് പോവുകയാണ്. പിന്നിലെ സഫിലുള്ള ആൾ മുന്നിലെ സഫിലേക്ക് കയറി നിൽക്കണം, സഫ് പൂർത്തിയാക്കണം. അതൊക്കെ നമസ്കാരവുമായി ബന്ധപ്പെട്ട ചലനങ്ങളാണ്. അങ്ങനെയുള്ള ചലനങ്ങൾ ആവശ്യമാണ്, അത് വേണ്ടതുമാണ്. എന്നാൽ നമസ്കാരത്തിലാണ് എന്ന് തോന്നാത്ത വിധത്തിൽ നമസ്കരിക്കുകയാണ് എന്ന് കണ്ടാൽ ഒരാൾക്ക് തോന്നുന്നില്ല, ആ രൂപത്തിൽ നിരവധി ചലനങ്ങൾ, പ്രവർത്തനങ്ങൾ, നമസ്കാരത്തിൽ പെടാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആവരുത്. വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കണം. എങ്ങനെ? ഖാനിതീൻ, കുനൂത്തുള്ളവരായി, ഭക്തിയുള്ളവരായി, വണക്കമുള്ളവരായി, അച്ചടക്കമുള്ളവരായിട്ട് നിങ്ങൾ നമസ്കരിക്കണം. വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയ നിർദ്ദേശം അതാണ്. അതുകൊണ്ട് നമസ്കാരത്തിൽ ആവശ്യമില്ലാത്ത, നമസ്കാരവുമായി ബന്ധമില്ലാത്ത രീതിയിലുള്ള അനാവശ്യമായ ചലനങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് നൽകിയ നിർദ്ദേശത്തിൽ കാണാം, ലാ തംസഹ് വഅന്ത തുസല്ലി ഫഇൻ കുന്ത ലാ ബുദ്ദ ഫാഇലൻ ഫവാഹിദതൻ. ഒരാൾ സുജൂദിലേക്ക് പോവുകയാണ്, അവിടെ ചരലാണുള്ളത്, കല്ലാണുള്ളത്, ആ ചരലിലാണ് നമസ്കരിക്കുന്നത്. നിനക്ക് അത്തരം സന്ദർഭങ്ങളിൽ നമസ്കാരത്തിലാകുന്ന സമയത്ത് കൈ കൊണ്ട് നീ അതിങ്ങനെ തടവരുത്. ഇനി നിനക്കത് ആവശ്യമായി വന്നാൽ ഫവാഹിദത്തൻ, ഒരു തവണ ചെയ്യുക. സുജൂദിൽ നെറ്റിവെക്കുമ്പോൾ സ്വാഭാവികമായും ചരലാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി കൈകൊണ്ട് ഒരു തവണ നീ ചെയ്തോ. അതിങ്ങനെ ആവർത്തിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവരുത്. അത്രത്തോളം നമസ്കാരത്തിന് ആവശ്യമില്ലാത്ത ചലനങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം ചലനങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട് നമസ്കരിക്കുന്ന മറ്റാളുകൾക്കുമാണ്. ഈ ചലിക്കുന്ന വ്യക്തിക്ക് മാത്രമല്ല, കൂടെ നിൽക്കുന്ന ആളുകൾക്കും ചിലപ്പോൾ അത് പ്രയാസമുണ്ടാക്കും. അവരെ നമസ്കാരത്തിനും ഭംഗം വരുത്തുന്നൊരവസ്ഥ വരും. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ചലനങ്ങൾ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആളുകൾ നമസ്കാരത്ത് നിന്നാൽ അറിയാതെ ഇങ്ങനെ സംഭവിക്കുന്നവരുണ്ട്. മനഃപൂർവ്വമല്ല, അവരുടെ സ്ഥിരമായൊരു സ്വഭാവമായിരിക്കും. മീശ കടിക്കലും താടി പിടിക്കലും, ഇങ്ങനെ പല സ്വഭാവം പലർക്കും ഉണ്ടാകും. അത് തനിച്ചിരിക്കുന്ന സമയത്തൊക്കെ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആ സ്വഭാവം നമസ്കാരത്തിനുമുണ്ട്. പക്ഷേ നമസ്കാരത്തിൽ ആ സ്വഭാവം വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം കൈവെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. നിർണ്ണയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ കൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത്തരം പ്രവർത്തനത്തിന് ആ കൈ ഉപയോഗപ്പെടുത്താൻ പറ്റൂലല്ലോ.
അപ്പം അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം, റുകൂഉം സുജൂദും ശരിയായ രീതിയിൽ നിർവഹിക്കപ്പെടുന്നില്ല. റുകൂ ചെയ്യുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ക്രമമനുസരിച്ചാകാതിരിക്കുന്നത് ധാരാളമായി കണ്ടുവരുന്നുണ്ട്. റുകൂ ചെയ്യുമ്പോൾ ചില ആളുകളുടെ തല പിന്നിലുള്ളവരെ കാണുന്ന രൂപത്തിലാണ് വരുന്നത്. തല ഇങ്ങനെ നന്നായിട്ട് കുനിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂ നമ്മളെ പഠിപ്പിച്ചത്. രണ്ട് കൈകളും കാൽമുട്ടിലെത്തണം. കൈയിൻ്റെ വിരലുകൾ അകറ്റിപ്പിടിക്കണം. റുകൂയിൽ വിരൽ പിടിക്കുന്ന ചേർത്തല്ല, അകറ്റിയാണ്. വിരലുകൾ അകറ്റിക്കൊണ്ട് കാൽമുട്ടിൽ ഇരു കൈകളും വെക്കുകയും തലയും മുതുകും സമാനമായി വരികയും ചെയ്യണം. മുതുകിന് നേരെയായി തല നിൽക്കണം, തല തൂക്കിയിട്ട് കൊണ്ടല്ല. ഇത് പ്രത്യേകം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബത്ത് നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് നമസ്കരിച്ച ഒരാൾ ശരിയായില്ല, വീണ്ടും നിസ്കരിക്കാൻ പറഞ്ഞു. ശരിയായില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ എനിക്കിങ്ങനെ അറിഞ്ഞുകൊള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിന് നമസ്കാരം ആദ്യം മുതൽ അവസാനം വരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സുദീർഘമായ പ്രവാചകന്റെ നിർദ്ദേശത്തിൽ നമുക്ക് കാണാം, ഇദാ റകഅത ഫളഅ കഫൈക അലാ റുക്ബതൈക ഹത്താ തത്മഇന്ന. നീ റുകൂ ചെയ്താൽ ഇരു കൈപ്പടങ്ങൾ നിന്റെ കാൽമുട്ടുകളിൽ വെക്കുക. ഹത്താ തത്മഇന്ന, എന്നിട്ട് നീ ശാന്തനാവണം, ശാന്തത പാലിക്കണം. ആ റുകൂയിൽ കുറച്ച് സമയം നിൽക്കണം. വഇദാ സജദ്ത ഫഅംകിൻ ജബ്ഹതക മിനൽ അർളി ഹത്താ തജിദ ഹജമൽ അർള്. സുജൂദ് ചെയ്താൽ നിന്റെ നെറ്റി നിലത്ത് നീ നന്നായി വെക്കണം. ഇങ്ങനെ സുജൂദിൻ്റെയും റുകൂഇൻ്റെയും സന്ദർഭത്തിൽ ശ്രദ്ധിക്കുവാനുള്ള നിർദ്ദേശം നൽകി. സ്വഹാബത്ത് വിശദീകരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുകൂ എങ്ങനെയായിരുന്നു എന്ന്. കാന ഇദാ റകഅ ബസത ലഹ്റഹു വസവ്വാഹു. പ്രവാചകൻ റുകൂ ചെയ്താൽ തൻ്റെ മുതുക് പരത്തും, നേരെയാക്കും. മുതുക് വളച്ചിട്ടല്ല, നേരെയാക്കി വെക്കും. ലാ തജ്സിഉ സ്വലാത്തുർ റജുലി ഹത്താ യുഖീമ ലഹ്റഹു ഫിർ റുകൂ. റുകൂഇൽ മുതുക് ശരിയാക്കുവോളം ഒരാളുടെ നമസ്കാരം മതിയായതായിരിക്കില്ല. മറ്റൊരു ഹദീസിൽ പ്രവാചകന്റെയും സ്വഹാബത്തിൻ്റെയും റുകൂഇനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ പറഞ്ഞത്, ഹത്താ ലൗ സുബ്ബ അലൈഹിൽ മാഉ ലസ്തഖറ. ആ മുതുകിൽ വെള്ളമൊഴിച്ചാൽ അതവിടെ നിൽക്കും. ആ രൂപത്തിലായിരുന്നു മുതുകുണ്ടായിരുന്നത് എന്നാണ്. അപ്പോൾ എത്ര കൃത്യമായിട്ടാണ് വടിവത്ത് നിൽക്കുന്ന രൂപത്തിലാണ് റുകൂഇൻ്റെ ക്രമം പഠിപ്പിച്ചത്. ഇത് റാ എഴുതിയ മാതിരിയാണ്, മലയാളത്തിൽ റാ എഴുതിയ പോലെയാണ് പലരുടെയും റുകൂഇൻ്റെ രൂപം. അതുകൊണ്ട് തന്നെ അയാളുടെ തല കാൽമുട്ടിൻ്റെ താഴേക്ക് വരുന്നു. അയാൾ നോക്കുന്നതോ ബാക്കിലെ സുഫിലുള്ള ആൾക്കാരാരൊക്കെയാണ്. ആ രൂപത്തിൽ വളഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെയല്ല, വളരെ കൃത്യമായിട്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൻ്റെ രൂപം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് റുകൂ ചെയ്യേണ്ടത്. റുകൂഇൽ നിന്ന് ഉയർന്നു വരുമ്പോഴും അവിടെയും അല്പം ശ്രദ്ധിക്കാനുണ്ട്. ചില ആളുകൾ റുകൂഇൽ നിന്ന് ഉയരുന്നതേ ഉണ്ടാവുകയുള്ളൂ, അപ്പോഴേക്കും സുജൂദിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ട്, പൊങ്ങി വരുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ സുജൂദിലേക്ക് പോയിട്ടുണ്ടാവും. എന്തോ വല്ലാത്തൊരു ധൃതിയുള്ള പോലെയാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതിന് എന്തോ ഒരു തടസ്സം അനുഭവപ്പെടുന്ന പോലെ അത്ര ധൃതി കാണിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞത്, ലാ തത്തിമ്മു സ്വലാത്തു അഹദിൻ മിനന്നാസി ഹത്താ യുകബ്ബിറ. നമസ്കാരം പൂർത്തിയാവണോ തക്ബീർ ചൊല്ലണം. സുമ്മ യർക, പിന്നെ റുകൂ ചെയ്യണം. സുമ്മ യഖൂലു സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണം. ഹത്താ യസ്തവിയ ഖായിമൻ, ശരിയായി നിൽക്കണം.
റുക്കോയിൽ നിന്ന് ശരിയായി നിൽക്കണം, നിന്നാ പോരാ. ഹത്താ യസ്തവിയ ഖായിമൻ, ശരിക്ക് നിൽക്കണം. നിന്നിട്ട് റബ്ബനാ വലക്കൽ ഹംദ് എന്ന ദിക്റുകൾ ഉച്ചരിക്കണം. ഇത് പ്രവാചകൻ വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൻ്റെ രീതിയും അങ്ങനെ തന്നെയാണ്. ഇനി റുക്കോയിൽ നിന്ന് സുജൂദിലേക്ക് നാം പോവുകയാണ്. ആ റുക്കോയിൽ നിന്ന് സുജൂദിലേക്ക് ചെന്നാൽ, റുക്കോയിൽ നിന്ന് സുജൂദിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നാം നിലത്ത് വെക്കേണ്ട അവയവങ്ങളെല്ലാം വെച്ചിരിക്കണം. നമസ്കരിക്കുന്ന ആളുകളെ പിന്നിൽ നിന്ന് നിങ്ങൾ നോക്കൂ. കുറേ ആളുകൾ കാല് പൊക്കി പിടിച്ചിട്ടുണ്ട്. അനുഭവമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ചില ആളുകൾ ഒരു കാലിൻ്റെ മേലെ മറ്റേ കാല് കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലാണ് കാലുകൾ വെച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? കാല് നിലത്ത് വെക്കുകയും കാലിൻ്റെ വിരലുകൾ ഖിബിലയുടെ ദിശയിലേക്ക് തിരിയുന്ന രീതിയിൽ പതിക്കുകയും ചെയ്യണം. കാല് പൊക്കി പിടിക്കുകയല്ല, കാലിൻ്റെ വിരല് നിലത്ത് വെക്കണം. അല്പം ഒന്ന് താഴ്ത്തിയാൽ, അമർത്തിയാൽ ആ വിരലുകളുടെ മുൻഭാഗം ഖിബിലയുടെ ദിശയിലേക്ക് വരും. രണ്ടാമത്തെ കുറേ ആളുകളുള്ളത് കൈ എങ്ങനെ വെക്കണം എന്നറിഞ്ഞുകൂടാത്തവരാണ്. കൈ വെക്കുന്നുണ്ട്, എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. ചിലരിങ്ങനെ വിരൽ കുത്തി വെച്ചിട്ടുണ്ട്, ചിലർ 4 വിരൽ കുത്തി വെച്ചിട്ട് കൈ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് എഴുന്നേക്കാം, ധൃതിയിൽ എളുപ്പമുള്ള പണിയാണല്ലോ. ചില ആളുകൾ കൈ ഒന്നായി കിടത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്നായി കിടത്തിയിട്ടിഞ്ഞ് പുതപ്പും കൂടി മൂടേണ്ട ആവശ്യമുള്ളൂ. ആ രൂപത്തിൽ അങ്ങ് കിടന്നിക്കാണ്. ഇതൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ തിരുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നത് കൈ സുജൂദിൽ വെക്കുമ്പോൾ വിരലുകൾ ചേർത്തായിരിക്കണം. അങ്ങനെയാണ് പ്രവാചകൻ സുജൂദ് ചെയ്തിട്ടുള്ളത്. വിരലുകൾ ചേർക്കണം. റുക്കൂയിൽ അകറ്റിയിട്ടും സുജൂദിൽ ചേർത്തിട്ടുമാണ്. രണ്ടാമത്തേത് കയ്യിൻ്റെ അടി, കയ്യിൻ്റെ പള്ളഭാഗം മുഴുവനും നിലത്ത് പതിയണം. വിരൽ മാത്രമല്ല, മുൻകൈയിൻ്റെ പള്ളഭാഗം മുഴുവനായി നിലത്ത് പതിയണം. അത് 2 ചുമരിൻ്റെ നേരെയാക്കിക്കൊണ്ട് വെക്കുക. വെക്കുമ്പോൾ ഈ ഇരു കൈകളും, മുട്ടുകൈകൾ നമ്മുടെ ശരീരഭാഗത്തുനിന്ന് വിട്ടു നിൽക്കണം. തുടയിൽ നിന്ന് ഉദരവും വിട്ടു നിൽക്കണം. അങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്. സുജൂദ് ചെയ്യുന്ന സമയത്ത് തുടയിൽ നിന്ന് നമ്മുടെ ഉദരം വിട്ടു നിൽക്കണം. ചുരുണ്ട് കൂടി കിടക്കുകയല്ല, ആ രൂപത്തിലല്ല. അല്പം ഉയരണം എന്നർത്ഥം. കൈ ഏകദേശം ചുമരിൻ്റെ നേരെയാകുന്ന വിധത്തിൽ 2 കൈ വെക്കണം. കൈ മുട്ടുകൾ ശരീരത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. കൈയിൻ്റെ മുഴം ഭാഗം, ഈ മുഴം കൈ ഒരിക്കലും നിരത്ത് പതിച്ചു വെക്കുകയും ചെയ്യരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. പ്രവാചകൻ പറഞ്ഞു, ഇദാ അന്ത സജദ്ത ഫഅസ്ബിത് വജ്ഹക വയദൈക, നീ സുജൂദ് ചെയ്യുമ്പോൾ നിന്റെ മുഖവും നിന്റെ കൈകളും നിലത്ത് നന്നായി ഉറപ്പിച്ചു വെക്കണം. ഹത്താ യത്മഇന്ന കുല്ലു അലമിൻ മിൻക ഇലാ മൗളിഹി, നിന്റെ ഓരോ അസ്ഥികളും അവയവങ്ങളും അതിൻ്റെ സ്ഥാനത്ത് വന്ന് ശാന്തമായി നിൽക്കണം. ഓരോന്നും അതിൻ്റേതായ സ്ഥാനത്ത് വെക്കുകയും എന്നിട്ട് ശാന്തത അനുഭവിക്കുകയും ചെയ്യണം. നെറ്റി നിലത്ത് വെക്കണം. വ അഷാറ ഇലാ അൻഫിഹി, നെറ്റി മാത്രമല്ല മൂക്ക ചൂണ്ടിക്കാണിച്ചത്, നെറ്റിയോടൊപ്പം മൂക്കും നിലത്ത് സ്പർശിക്കണം. നെറ്റിയും മൂക്കും കൂടി ചേർത്താ വെക്കേണ്ടത്. കണ്ടാ അറിയ ആൾക്കാരെ ഇവിടെ ഉണ്ടാവും നിസ്കാരത്താകുമ്പോൾ ചിലർക്ക്. കാരണം മൂക്കിങ്ങനെ പൊക്കി പിടിച്ച് വെച്ചിട്ടേ, മൂക്ക് നിലത്ത് പതിയാതിരുന്നത് കൊണ്ടാണ് നെറ്റി തഴമ്പ് തലയിൽ കയറുന്നത്. അപ്പോൾ നെറ്റിയും മൂക്കും ഒരുമിച്ച് വെക്കണം. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കാലിൻ്റെ മുട്ടും മുൻകൈയിൻ്റെ പള്ളയുടെ ഭാഗവും വിരലടക്കം വെക്കണം. ഇങ്ങനെ ഈ 7 അവയവങ്ങളും വെച്ച് കഴിഞ്ഞ ശേഷം ശാന്തമായി ആ സുജൂദിലുണ്ടാവണം. അതാണ് സുജൂദിൻ്റെ രൂപമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ സമൂഹത്തോട് പറഞ്ഞു, നായ കിടക്കുന്നത് പോലെ നിങ്ങൾ കിടക്കരുത്, നായ കൈവെക്കുന്നത് പോലെ നിങ്ങൾ കൈവെക്കരുത്. വലാ തബ്സുത്ഹ, നായ കൈവെക്കുന്ന എങ്ങനെയാണ്? മുട്ടുകൈ മുതൽ
മുൻകൈ വരെയുള്ള ഭാഗങ്ങൾ നിലത്ത് പതിച്ചാണ് നായ വെക്കുക. ആ രൂപത്തിൽ കൈ നിലത്ത് പതിയരുത്, അങ്ങനെ നിങ്ങൾ വെക്കരുത്. പ്രത്യേകം ഉപദേശിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊക്കെ നമ്മൾ ആളുകൾ സുജൂദ് ചെയ്യുന്നുണ്ട്. ഇമാമും ജമാഅത്തുമായിട്ട് നമ്മൾ നമസ്കരിക്കുകയാണ്. അങ്ങനെ ഇമാമും ജമാഅത്തായി നമസ്കരിക്കുമ്പോഴും ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. സൂചിപ്പിക്കുന്നത് നമസ്കാരത്തിലെ റുകൂഅ്, സുജൂദ് അത് ചെയ്യുന്നത് പൂർണ്ണമായ ക്രമത്തിലാകണം. അതിലെല്ലാം ശാന്തതയുണ്ടാവുകയും ചെയ്യണം. 3 തവണ സുജൂദിൽ ഒരാൾ കിടന്ന് സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറഞ്ഞാൽ അവൻ്റെ സുജൂദ് പൂർത്തിയായി. റുകൂഇൽ ഒരാൾ 3 തവണ ആ വാക്ക് പറഞ്ഞാൽ അവൻ്റെ റുകൂഅ് പൂർത്തിയായി. അഥവാ ഒരു 3 തവണ പറയാനുള്ള സമയം ആ റുകൂഇലും സുജൂദിലും അവനുണ്ടായിരിക്കണം. ഈതിദാലിലേക്ക് വന്നാൽ അവിടെയും ഹത്താ തത്മഇന്ന ശാന്തത ഉണ്ടാകണം. ചില ആളുകൾ റുകൂഉം സുജൂദൊക്കെ ദീർഘിപ്പിക്കും, പക്ഷേ ഈതിദാൽ ഓവർ സ്പീഡിലാണ്. റുകൂഇൽ നിങ്ങണ്ട് വിരലും സുജൂദക്ക് പോകലും കഴിഞ്ഞിട്ടുണ്ടാവും. അവിടെയും ശാന്തത പാലിക്കണം. ഈ ഒരു ശാന്തത നമസ്കാരത്തിൻ്റെ ഓരോ കർമ്മത്തിനും കൃത്യമായും പാലിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഉപദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓരോന്നും നമ്മൾ ശ്രദ്ധിക്കുകയും ശാന്തതയോടുകൂടെ ഭക്തിയോടുകൂടെ പറയുന്ന വാക്കുകളും മനസ്സും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കണം. അങ്ങനെ നിർവഹിക്കുമ്പോൾ മാത്രമാണ് നമസ്കാരം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിലേക്ക് ആയി മാറുകയുള്ളൂ. ആ കാര്യം നമ്മളൊക്കെ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിൽ ഇതേപോലെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. വരുന്ന ക്ലാസ്സിൽ നമുക്കത് വിശദമായി തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ സ്വാലിഹായ കർമ്മമായിക്കൊണ്ട് എല്ലാ ഇബാദത്തുകളും നിർവഹിക്കുവാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നാം ചെയ്യുന്ന എല്ലാ നമസ്കാരങ്ങളും ഇതര സൽക്രമങ്ങളും പൂർണ്ണ പ്രതിഫലം ലഭിക്കുന്ന അമല സ്വാലിഹായി പരലോകത്തേക്ക് അല്ലാഹു അഭിഷേചിപ്പിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.